വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ന്യൂ ഹിയർ. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് CPM ആയിട്ടാണ് ഗൈസ്. നമ്മളിന്ന് ജസ്റ്റ് ഒരു ട്രിപ്പ് പോവാണ്. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരില്ല. സോ നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന വണ്ടി നമ്മുടെ ഓഫ് റോഡ് ഒരു ട്രിപ്പാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. സോ നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ ഇതാണ് ഇല്ല വണ്ടിയാണ്. മീൻസ് ഇത് ഫ്രീ കാർ ഉണ്ടല്ലോ, ഡെയിലി റിവാർഡായിട്ട് കിട്ടുന്നത്. ആ കാറാണ് നമ്മുടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ അബി ബ്രോ ഇല്ലേ, അബി ഓക്സ് വൈറ്റി. സോ അദ്ദേഹം കാണിച്ച പ്ലേസിലോട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് ചാനൽ കിടക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് പ്ലേസ്. നമ്മൾ ആദ്യം സിറ്റി സെൻറ്ററിൽ നേരെ ഇങ്ങോട്ട് പോകണം, സ്ട്രൈറ്റ് ഈ പാലത്തിലോട്ട് പറക്കാം ഗൈസ്. നമുക്കൊന്ന് പോകണം, ജസ്റ്റ് പോകാം. ഓഫ് റോഡ് വണ്ടി വേണം കേട്ടോ ഗൈസ്. ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ ഫുള്ള് ലോവർ ചെയ്ത വണ്ടിയാണെങ്കിൽ ഫുൾ അടി കിട്ടും ഗൈസ്. നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് പറ്റി. വലിയ സീനില്ലാത്ത പ്രോബ്ലംസാണ്. നമുക്ക് ഈ മല കയറുന്നുണ്ട് ഇല്ല ഗൈസ്. ഐസ് നമ്മൾ ഇവിടെ നിന്ന് നേരെ വിടുന്നു ഗൈസ്. സ്ട്രെയിറ്റ് റോഡാണ്. സ്ട്രെയിറ്റ് റോഡ് പിടിച്ചാൽ മതി. ഇവിടെ ഫ്രീ ഗിഫ്റ്റ്, ഇവിടെ ഒരു ഗിഫ്റ്റ് എടുക്കണം ഗൈസ്. 10,000 രൂപ കിട്ടിയത്. റിച്ച് നേരെ കാർ സർവീസ് ഉണ്ടായിരുന്ന കേസാണ്. എന്നാൽ വണ്ടി ഒന്ന് റിപ്പയർ ആയിട്ട് വണ്ടിക്ക് എത്ര ഭയമില്ല. എന്ത് വയസ്സത്? കാർ സർവീസ് കാർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമുക്ക് നേരെ പോകാം ഗൈസ്. ഞാൻ ജസ്റ്റ് പമ്പ് വഴി പോയി എന്നേ ഉള്ളൂ, അതുകൊണ്ട് വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റി. നിങ്ങളിപ്പോൾ വേണമെങ്കിൽ സ്ട്രേറ്റ് ഇട്ടാണ് ഗൈസ്. ആശുപത്രി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ശല്യം, ഒരു കഷ്ടമാണ് ഗൈസ്. സ്ട്രേറ്റ് അങ്ങ് പോയാൽ നേരെ പോകും. കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരം. വലിയ ദൂരമൊന്നുമില്ല, വലിയ ഡിസ്റ്റൻസ് ഒന്നും പറയില്ല. ലേശമേ ഉള്ളൂ, കുറച്ച് ദൂരം. എന്നൊക്കെ നേരെ ഇങ്ങോട്ട് നോക്കാമില്ല, അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അപ്പം കമ്മെത്തി വണ്ടിയാണോ എന്തോ. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയ കൊടുക്കാം. നേരെ വണ്ടി വണ്ടി ഉണ്ട് ഒരുപാട് ഗൈസ്. ഞാൻ ഇന്നൊരു മീറ്റപ്പ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. മീൻസ് ജസ്റ്റ് റാൻഡമായിട്ട് ഒരു ഇന്ത്യൻ സഫാറി കയറിയിട്ട് മീറ്റപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ച്. പക്ഷേ ഒരുത്തനും ഫ്രണ്ട്ലി അല്ല ഗൈസ്. ചിലവന്മാരൊക്കെ ഒടുക്കത്തെ സീനാണ് ഗൈസ്. ഞാൻ ആദ്യം ഇട്ടു, അപ്പോൾ അങ്ങനെ വന്നിട്ട് തിരിച്ചു പോയി. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോഴത്തേക്കും വേറെ ഒക്കെയാണ് പറഞ്ഞത് ഗൈസ്. നമുക്കൊന്നും പറയാൻ പറ്റാത്ത ലാംഗ്വേജ് ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ നമ്മളെന്താ ചെയ്തു, നമ്മളെ പാട് നോക്കി പോകാം. നമുക്ക് നല്ലൊരു പ്രൈസ് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ ഗൈസ്. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് ടോള് വെട്ടിച്ചു കൊടുക്കും ഗൈസ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ട്രിക്ക്. ഇവിടെ മാത്രമേ വർക്കാവൂ. ജസ്റ്റ് ഒന്ന് എക്സിലേറ്റർ കൊടുക്കുക. നൈസായിട്ട് ലെഫ്റ്റ് സൈഡ് ഉണ്ടോ, ഇതൊരു കയറുക. തറയുള്ള വേറെ ഒന്നുമില്ല. ഏത് വണ്ടിയിലൊക്കെ ലോവർ ചെയ്ത വണ്ടിയാണെങ്കിൽ കുറച്ച് അടി കിട്ടാൻ ചാൻസുണ്ട്. നേരെ പോവുക. ട്രാഫിക് റൂൾസ് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഒരുപാട് പോകണ്ട. ഒരു ഹിഡൻ പ്ലേസ് ആണിത്. ഇവിടെ നോക്ക്. സ്ട്രേറ്റ് അങ്ങോട്ട് വിടുക. ഇവിടുന്ന് കട്ട് ചെയ്യണം ഗൈസ്. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണം കേട്ടോ. വണ്ടി ഒന്ന് റിപ്പയർ ആണ് ഗൈസ്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയാൽ മതി ഗൈസ്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ വരുന്ന റോഡ് ഇതാണ്. ഇതൊരു സ്ട്രെയിറ്റ് അങ്ങ് പോകും. സ്ട്രെയിറ്റ് പോകും. ഇങ്ങോട്ടും തിരിയാൻ വേണ്ട, ഒന്നും ചെയ്യും. നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ടാണ്. സ്ട്രെയിറ്റ് പോവുക. ഇങ്ങോട്ട് ഓടിക്കുക ഒന്നും വേണ്ട. നേരെ സ്ട്രെയിറ്റ് അങ്ങ് പോയതാണ്. ഇവിടുന്ന് ഗൈസ് മാങ്ങാണ്ടി ഇവിടുന്ന് ടൗണുണ്ട്. അതുകൊണ്ട് ഈ റോഡ് കണ്ടോ ഗൈസ്. ഈ സൈഡത്തെ ഈ മണ്ണടങ്ങി ഇങ്ങോട്ടാണ് കയറേണ്ടത്. ഇവിടുന്നാണ് ഗൈസ് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ നേരെ അങ്ങ് പോകും സ്ട്രെയിറ്റ്. ഈ പാത്ത് നോക്കി അങ്ങ് പോയാൽ മതി കേട്ടോ. പാത്ത് ചെയ്യാൻ ഇംഗ്ലീഷായിപ്പോ. ഇവിടുന്ന് ഈ പാത്ത് നോക്കി അങ്ങ് പോയാൽ മതി കേട്ടോ. എൻ്റെ കേസ് ഇതാ ഞാൻ പറഞ്ഞു, ഈ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലെന്ന്. പിക്കപ്പ് ഇല്ലാത്തൊരു വണ്ടി കേസ്. ഇവിടെ സൂപ്പർ കാർ വരെ കയറി പോകും. ആൾട്ടോ ലോഡ് ആൾട്ടോ വരെ കയറി പോകും മിക്കവാറും. ഇപ്പോൾ വന്നു സൈക്കിൾ കിട്ടോ കേസ്. കയറി പോയറ്റ പോക്കാം. ഇങ്ങനെ അങ്ങോട്ട് കയറുക. അത് ക്ലീൻ ആയിരുന്നു. സ്മൂത്ത് ടേൺ ആയിരുന്നു ഈ സൈഡ്. ഇത് എക്സ്ട്രാ സ്മൂത്ത് ആയിരുന്നു. ഓ കേറൻ്റെ പൊന്നെ വണ്ടി. വണ്ടിയുണ്ട് ഈ സ്ഥലത്ത് നിന്ന്. എന്തോന്ന് കഴിച്ചു വണ്ടി. ഒട്ടും പിക്കപ്പില്ലാത്ത പിക്കപ്പ്. ഇഴയുന്നു ഗൈസ്. അതൊക്കെ ഞാൻ എന്തോ ചെയ്യാൻ എന്തോ പറയണമെന്ന് പറഞ്ഞു. സൗണ്ടൊക്കെ ഉണ്ട് പക്ഷേ ഡമ്മിയാന്ന് തോന്നുന്നു. സ്പീക്കർ കണ്ടെടുത്ത് വെച്ചേക്കാന്ന് തോന്നുന്നു. നമ്മളെത്തി ഏകദേശം എത്തി. ഇതാണ് നമ്മുടെ സ്ഥലം. ഇളം പ്ലേസ് ഇതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. കാണിച്ചു തരുന്നില്ല. ഞാൻ വണ്ടി ലോക്ക് എടുത്ത് വണ്ടി പോയി ചെടിയായി. ക്ലീനായിട്ടിരുന്ന വണ്ടിയാണ്. ഇവിടാണ് കൈസ് പിടിച്ചത്. സീനില്ല കൈസ്. അപ്പം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. താഴെയാണ് ഗൈസ് കാണിച്ച്. ഇപ്പോൾ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ട് ഗൈസ് ഇവിടെ റേഞ്ചുള്ള സ്പോട്ട്. അപ്പുറത്തെ ഡിസ്കവറി അല്ല, പക്ഷേ ഇത് ഡിസ്കവറി അത് സ്പോട്ട് വന്ന് തോന്നുന്നു ഗൈസ്. ഏത് വാനാണ്? ഓ അങ്ങൊരു ജീവകം കിടക്കുന്നത്. ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടിയിട്ടേക്കും. അതുകൊണ്ടാണ് ഇരിക്കുന്നത് മിക്കവാറും വണ്ടി കമൻറ്റ്. പാർക്കിട്ടേ ഇതുവഴിയാണ് ഗൈസ് പോകുന്നത്. ഇതുവഴി നൈസായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറുക. ഇതുവഴി നിങ്ങൾ
പിടിച്ചൊന്ന് ഇറക്കിയാൽ മതി. എനിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പിടിക്കണം തുടരെ വേണ്ട. ശരി ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഉണ്ടായിരുന്നു. ആ ഉള്ള വണ്ടി കൊണ്ട് എന്നിട്ട് പോലും അടി വെക്കുന്നുണ്ട്. എണ്ണം തോന്നുന്നു അല്ലാതെ പ്രശ്നമില്ല. ഇതാണ് പറയാം. ഗൈസ് പെട്ട് ഗൈസ് അവിടെ. ഓക്കെ ഗൈസ് നമ്മൾ വണ്ടി അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എന്നൊക്കെ തിരിച്ചു പോകാം ഗൈസ്. ബോണൊക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ചടങ്ങി എല്ലാവരും പ്രശ്നമൊന്നും ഇതിനൊക്കെ ക്ലിയർ അല്ലേ? പിന്നെ ബാക്കൊന്ന് തുറക്കട്ടെ ഗൈസ്. കുറച്ച് എൻ്റെ വണ്ടികൾ നമുക്ക് ഇരിക്കുമായിരുന്നു. ക്ലോസ് ചെയ്യാം. നമുക്ക് വണ്ടി കയറാം ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചു വിടാം. ഒന്ന് വണ്ടി കയറുമോയെന്നറിയില്ല. ഇപ്പം വണ്ടിയാണ് പറയാൻ പറ്റില്ല. സേവ് വിട്ട് കയറാം ഗൈസ്. വേറെ എവിടെ എത്തിയ കേസ്? എൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കേസ്. ഇവിടാണ് എൻ്റെ ലൊക്കേഷൻ കേസ്. ഇവിടെ വന്നാൽ മതി കേസ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബായ്.